Hi guys, how's it going? So I'm back with another video. ഇന്നൊരു പ്ലെയിൻ വൈറ്റ് ഷൂസ് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാമെന്ന് നോക്കാം. ഞാനും എൻ്റെ പാർട്ട്ണറും ഹാർഡ് കോർ ഡീമൺ സ്ലെയർ ഫാൻസാണ്. സോ ഐ തോട്ട് ഫോർ ആൻ അപ്കമിങ് ഈവൻറ്റ് എൻ്റെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് ഒരു ഡീമൺ സ്ലെയർ കസ്റ്റമൈസ്ഡ് ഷൂസ് ചെയ്താലോ. സെനിറ്റ്സു ആൻഡ് ടാഞ്ചറോ ആണ് ഞങ്ങളുടെ ഫേവറേറ്റ്. സോ ഇനി ഡീമൺ സ്ലെയർ ഫാൻസ് ഡു സേ ഹായ് ഇൻ കമൻസ്. ഔട്ട്ലെറ്റ് സ്റ്റോറിൽ നിന്നുള്ള ഓഫറിൽ എനിക്കൊരു പ്ലെയിൻ വൈറ്റ് ഷൂസ് കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ പുതിയ ഷൂസ് ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഷൂസിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഞാൻ അക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് കമ്പയർഡ് ടു അതർ കളേഴ്സ് സ്നീക്കേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അക്രിലിക്സ് തന്നെയാണ്. അക്രിലിക്സ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. മാത്രമല്ല ഒരു അക്രിലിക് ഫിനിഷർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വാട്ടർ പ്രൂഫ് ആക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് ഫൈൻ ഡീറ്റെയിലിംഗ് ബ്രഷസ് ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പെയിൻറ്റ് ചെയ്യാൻ. സെനിറ്റ്സു ആൻഡ് ടാഞ്ചറോയുടെ കുറച്ച് സ്നിപ്സ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. സെനിറ്റ്സുവിൽ തന്നെ നമുക്ക് കലാപരിപാടികൾ തുടങ്ങാം. സ്നീക്കേഴ്സിൻ്റെ മെറ്റീരിയൽ ട്രേസ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. എന്നാൽ ഔട്ട്ലൈൻ വരച്ചിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഫില്ലിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ടൊരു ബ്ലാക്ക് ലൈൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാം. സോ നമുക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി ഉണ്ടാവും കളർ ചെയ്യുമ്പോൾ. സ്നീക്കേഴ്സിൻ്റെ അതർ സൈഡ് കൂടെ ഒന്ന് കളറാക്കാൻ സെനിറ്റ്സുവിൻ്റെ കിമോണോ പാറ്റേണും ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത പേരിൽ ഞാൻ ടാഞ്ചിറോനെ ഔട്ട്ലൈൻ ചെയ്തു. ഐ തിങ്ക് ഐ മെസ്ഡ് അപ്പ് ഹിസ് ഫേസ്. പക്ഷെ നമുക്കത് കളർ ചെയ്യുമ്പോൾ ശരിയാക്കാം. ഇനി നമ്മുടെ ഷൂസ് ആർ റെഡി ഫോർ പെയിൻറ്റിങ്. അപ്പോൾ അതിനു മുന്നേ കളർ അവിടെ ഇവിടെ എഡ്ജസിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് എല്ലാം കവർ ചെയ്ത് കൊടുക്കാം. അപ് ടു 3 ലെയേഴ്സ് കൊടുത്താലേ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ ലെയേഴ്സും നല്ലതായിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ലെയർ അടിച്ചു കൊടുക്കാൻ. This is how it looks after a single layer of paint. ഇനിയും ഒരു 2 ലെയേഴ്സും കൂടെ ചെയ്താലേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. സോ അതർ ഷൂസ് ഡ്രൈ ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഷൂസ് മാസ്ക് ചെയ്തെടുക്കാം. ടാഞ്ചിറോസ് കിമോണോയ്ക്ക് മെയിനായിട്ട് ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ചെക്കേർഡ് ലുക്കാണ്. അതാദ്യം ചെയ്യാം. സോ ആഫ്റ്റർ ഫസ്റ്റ് ലെയർ യു ക്യാൻ സീ കുറേ വൈറ്റ് സ്പോട്ട്സ് ഫില്ല് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ലെയറിൽ ഫില്ല് ചെയ്ത് പോവാം.
ഫസ്റ്റ് ലെയറിലെ ഡീപ്പ് ഗ്രീൻ കളർ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോ ഞാൻ സെക്കൻഡ് ആൻഡ് തേർഡ് ലെയറിന് ഇറീഡിയൻ ഗ്രീനാണ് കൊടുത്തത്. ഡീപ്പ് ബ്ലൂ, ലൈറ്റ് ബ്ലൂ പിന്നെ വൈറ്റ് ആണ് ഞാൻ സെനിറ്റ്സോൻ്റെ തണ്ടർ ക്ലാപ്പിനെ കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പുതിയ ഷൂസിൽ മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള യൂസ് ചെയ്ത ഷൂസിലും നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാം. ജസ്റ്റ് മേക്ക് ഷുവർ ഷൂസ് ആർ ക്ലീൻ ആൻഡ് ഡ്രൈ ബിഫോർ വി സ്റ്റാർട്ട് ടു പെയിൻറ്റ്. ബിക്കോസ് സർഫസ് ക്ലീൻ അല്ലെങ്കിൽ പെയിൻറ്റ് ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഷൂസ് നമ്മുടെ ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കുക. ലെറ്റ് യുവർ ക്രിയേറ്റിവിറ്റി ഫ്ലോ. പിൻട്രസ്റ്റ് പിക്ക് റെഫറൻസ് നോക്കിയാണ് ഞാൻ ബാക്കി കളർ ചെയ്തേക്കുന്നത്. റെഡ്, യെല്ലോ, വൈറ്റ് കളേഴ്സ് മിക്സ് ചെയ്താൽ നമുക്ക് സ്കിൻ കളർ കിട്ടും. ത്രീ ലെയേഴ്സ് ഓഫ് പെയിൻറ്റ് ഫുള്ളി ഡ്രൈഡ് ആൻഡ് ഫിനിഷ് ആയി കഴിയുമ്പോൾ ഔട്ട്ലൈനിന് നമുക്കൊരു തിൻ ബ്രഷ് വെച്ചിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് പെയറും ഫിനിഷ് ചെയ്തെടുക്കാം. ആഫ്റ്റർ മൈ 9 to 5 ഞാൻ ഏറ്റവും റിലാക്സ്ഡ് ആയിരിക്കുന്നത് പെയിൻറ്റ് ചെയ്യുമ്പോഴാണ്. ഞാൻ എൻ്റെ തന്നെ ഒരു വേൾഡിലായിരിക്കും അപ്പോൾ.
ഇനിയാണ് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള പാട്ട്, അൺമാസ്കിങ്. ഇറ്റ്സ് ലുക്കിംഗ് പ്രിറ്റി ഗുഡ് ആക്ച്വലി. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനി നമുക്കിത് വാട്ടർ പ്രൂഫ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു അക്രലിക് ഫിനിഷറാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഒരു 2-3 ലെയേഴ്സ് അക്രലിക് ഫിനിഷർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ആയി കിട്ടും. അതിനൊരു വൈഡ് ആംഗിൾ ബ്രഷ് വെച്ചിട്ട് ഓരോ ലെയറും അപ്ലൈ ചെയ്ത് കൊടുക്കും. ഓരോ ലെയറും ഡ്രൈ ആയിട്ട് മാത്രമേ സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇതിനൊരു ഗ്ലോസി സാറ്റിൻ ഫിനിഷാണുള്ളത്. ഗ്ലോസി ലുക്ക് ഇഷ്ടമല്ലാത്തവർക്ക് മാറ്റ് ഫിനിഷിലും അക്രലിക് ഫിനിഷർ അവൈലബിൾ ആണ്. So our customized sneakers are ready and good to go. What do you guys think? Do let me know your thoughts in comments please. Thank you for watching. See you next time.